ഓട്ടോമാറ്റിക്കലി ചെറിയൊരു കിലോമീറ്റർ ഓടിയ ഒരു ഹോണ്ട അമേസ് നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. വെറും 8200 കിലോമീറ്റർ മാത്രം ഓടിയ വാഹനമാണ്. ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻ്റാണ് വരുന്നത് കേട്ടോ. VX വേരിയൻ്റാണ് വരുന്നത്. പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. 2024 മോഡലാണ് വരുന്നത്. 2024 മോഡൽ 11 മാസം വരുന്ന വാഹനമാണ്. ഈ വാഹനം ഇറങ്ങിയിട്ട് ഇപ്പോൾ മാസങ്ങളായിട്ടുള്ളൂ. നിലവിൽ 3ാമത്തെ ഓണർഷിപ്പ് കിടക്കുന്നുണ്ട് കേട്ടോ. 7500 കിലോമീറ്ററും ഒറ്റ ഓണർഷിപ്പിൽ ഓടിയ വാഹനമാണ്. പിന്നെ ഒരു മാസത്തിൻ്റെ ഉള്ളിലാണ് 2 ഓണർഷിപ്പ് മാറിയിട്ടുള്ളത്. അത് വാഹനത്തിൻ്റെ കുഴപ്പമല്ല, അതിന് വേറെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് മാറിയതാണ്. വണ്ടിമേലോ പേപ്പർ വർക്കുമേലോ ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഇല്ല കേട്ടോ. അതേപോലെ ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പക്ക ഷോറൂം കണ്ടീഷൻ വരുന്ന വാഹനമാണ്. ഇൻറ്റീരിയർ ഭാഗങ്ങളാണെങ്കിലും എക്സ്റ്റീരിയർ ഭാഗങ്ങളാണെങ്കിലും. VX വേരിയൻറ്റിൽ ഓട്ടോമാറ്റിക്കലി ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻ്റാണ് വരുന്നത്. പുഷ് ബട്ടൺ സ്റ്റാർട്ട്, ഡുവൽ എയർ ബാഗ്, അതേപോലെ സ്റ്റാറിംഗ് കൺട്രോൾ, അങ്ങനെ എല്ലാവിധ ഫീച്ചേഴ്സും വരുന്ന വാഹനം തന്നെ കേട്ടോ. കമ്പനി ആലോചിച്ച് വരുന്നുണ്ട്. പ്രൊജക്ടർ ഹെഡ് ലാമ്പ് വരുന്നുണ്ട്. റണ്ണിങ് ലാമ്പ് കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ്. ബോഡി കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട യാതൊരു ആവശ്യമില്ല. പക്ക ഷോറൂം കണ്ടീഷൻ തന്നെ വരുന്നത് കേട്ടോ. ഒരു ചെറിയൊരു മൈനറായിട്ടുള്ള ടച്ചിങ് പോലും ഈ വാഹനത്തുമ്പോൾ കയറിയില്ലാതെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ കഴിയും. ഈ വാഹനം ചെറിയൊരു ഡൗൺ പേയ്മെൻറ്റിലൊക്കെ നിങ്ങൾക്ക് ഇറക്കി കൊണ്ടാകാൻ കഴിയും. ഒരു 50,000 രൂപയ്ക്ക് ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഈ വാഹനം നിങ്ങൾക്ക് ഇറക്കി കൊണ്ടാകാൻ കേട്ടോ. ഒരു കമ്പനി ഷോറൂമിൽ നിന്ന് ഇറങ്ങുന്ന വാഹനം എങ്ങനെയാണോ ആ ഒരു കണ്ടീഷനിലാണ് ഇപ്പം നിലവിൽ ഈ വാഹനത്തിൻ്റെ കണ്ടീഷനിൽ കേട്ടോ. ടയർ ഭാഗങ്ങളൊക്കെ ഒരു 90-80% 4 ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട്. ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻ്റ് ആയതുകൊണ്ട് എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ്. അതേപോലെ സ്പെയർ വീല് കാര്യങ്ങളൊന്നും നിലത്ത് തൊടാത്ത സ്പെയർ വീലാണ്. അതേപോലെ സെക്കൻഡ് കീ, സർവീസ് ബുക്ക് ഒക്കെ അവൈലബിൾ ആണ്. ഒരു റീപ്ലേസ്മെൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും ഇല്ലാത്ത വാഹനമാണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ചോളും. ഈ വാഹനം നമുക്ക് 8,90,000 രൂപയ്ക്ക് നമുക്ക് പുതിയ ഇൻഷുറൻസ് എടുത്തുകൊണ്ട് ഒരു 50,000 രൂപയ്ക്ക് ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇറക്കി കൊണ്ടുപോകാൻ കേട്ടോ. സൈഡ് ബോഡി കാര്യങ്ങൾ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട യാതൊരു ആവശ്യമില്ല. ലൈനപ്പും കാര്യങ്ങളൊക്കെ പക്കയാണ്. ഒരു മൈനറായിട്ടുള്ള ടച്ചിങ് പോലും ഈ വാഹനത്തിൻ്റെ ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല. അതേപോലെ ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ ഷോറൂമിൽ ഇറങ്ങുന്ന ആ ഒരു കണ്ടീഷൻ തന്നെയാണ് ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ നിലവിലില്ല കേട്ടോ. അപ്പോൾ 3ാമത്തെ ഓണർഷിപ്പ് എന്ന് പറയുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് സംശയങ്ങളുണ്ടാവും. എന്തുകൊണ്ടാണ് 3ാമത്തെ ഓണർഷിപ്പ് ഈ വാഹനം ആയതെന്നുള്ളത്. ഒരു പൈസൻ്റെ ഒരു ഇഷ്യൂസിലാണ് ഈ വാഹനം 3ാമത്തെ ഓണർഷിപ്പ് ആയിട്ടുള്ളത്. വാഹനത്തിന് യാതൊരുവിധ പ്രശ്നമല്ല. നിങ്ങൾക്ക് ചെക്കിംഗ് വാറൻറ്റി ഒക്കെ തരാൻ കഴിയും. മാസങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് കമ്പനി വാറൻറ്റി വരെ തീരാത്ത വാഹനം കേട്ടോ. വാഹനം ഇറങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 8 മാസം 9 മാസമേ വാഹനം ഇറങ്ങിയിട്ട് ആയിട്ടുള്ളൂ. ബാക്ക് സൈഡൊക്കെ നോക്കുകയാണെങ്കിൽ എടുത്ത് പറയേണ്ട യാതൊരു ആവശ്യമില്ല കേട്ടോ. ഡിക്കി സ്പേസ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ബാക്ക് സ്പെയർ വീല് കാര്യങ്ങളൊക്കെ കമ്പനി സ്പെയർ വീല് നിലത്ത് ഇതുവരെ തൊടാത്ത സ്പെയർ വീലാണ് കേട്ടോ. ബാക്ക് സൈഡൊക്കെ പക്കയാണ്. റിവേഴ്സ് ക്യാമറ, കമ്പനി സെൻസർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കമ്പനി കൊടുക്കാൻ തന്നെയാണ്. ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങളും പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട യാതൊരു ആവശ്യമില്ല. ഇവിടെ ചെറിയൊരു സ്ക്രാച്ച്, ഈ ഒരു ഭാഗത്ത് ചെറിയൊരു സ്ക്രാച്ച് മാത്രമേ ഈ വാഹനത്തുമ്പോൾ എടുത്ത് പറയാനുള്ളൂ. വേറെ എല്ലാ ഭാഗങ്ങളും കമ്പനി പെയിൻറ്റ് വരുന്ന വാഹനമാണ് കേട്ടോ. അതേപോലെ അതിൻ്റെ ഇൻറ്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിലേ നല്ല ക്വാളിറ്റി തന്നെ ഇൻറ്റീരിയർ ഭാഗങ്ങളില്ല കേട്ടോ. പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കമ്പനി ആൻഡ്രോയിഡ് സിസ്റ്റം വരുന്നുണ്ട്. ഡുവൽ എയർ ബാഗ് വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് വരുന്നുണ്ട്. CVT ഗിയർ ബോക്സ് ആണ്. സ്റ്റാറിംഗ് കൺട്രോൾ വരുന്നുണ്ട്. ബാക്ക് സീറ്റ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തി തന്നെ അല്ലേ. പിന്നെ അതേപോലെ അതിൻ്റെ എൻജിൻ സൈഡൊക്കെ നോക്കുകയാണെങ്കിലേ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ചെറിയൊരു കിലോമീറ്റർ യൂസ് ചെയ്തുവാനോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും ബെറ്റർ ഓപ്ഷനാണ്. ഒരു 3 ലക്ഷം റുപ്യേൻ്റെയൊക്കെ ക്യാഷ് ബാക്ക് ഈ വാഹനത്തുമുണ്ട്. എൻജിൻ സൈഡൊക്കെ പക്കയാണ്. ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും കാണിച്ചു തരാൻ കഴിയില്ല. ഒക്കെ നമുക്ക് ചെക്കിംഗ് വാറൻറ്റി നിങ്ങൾക്ക് തരാൻ കഴിയും കേട്ടോ. അപ്പോൾ ഈ വാഹനം 2024 മോഡൽ നവംബറിൽ ഇറങ്ങിയ വാഹനമാണ് കേട്ടോ. മാസങ്ങളായിട്ടുള്ള ഈ വാഹനം റൂട്ടിൽ ഇറങ്ങിയിട്ട് ചെറിയൊരു ഡൗൺ പേയ്മെൻറ്റില്ലേ നിങ്ങൾക്ക് ഈ വാഹനം ഇറക്കി കൊണ്ടുപോകാൻ കഴിയും. ഒരു 50,000 രൂപയ്ക്ക് ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഈ വാഹനം നിങ്ങൾക്ക് ഇറക്കി കൊണ്ടുപോകാൻ കേട്ടോ. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിലേ പെട്ടെന്ന് വിളിച്ചോളൂ. ഫൈനൽ ഫിക്സ്ഡ് ഡേറ്റ് ആണ്. 8,90,000 രൂപയ്ക്ക് പുതിയ ഇൻഷുറൻസ് എടുത്തിട്ട് നമുക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ കഴിയും. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം നിലമ്പൂർ കൂറ്റമ്പാറ എന്ന സ്ഥലത്താണ്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഫോളോ ചെയ്ത് കൂടെ കൂടാൻ മറക്കരുത്.